വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ എൻ്റെ വഴികൾ. ഏവർക്കും എൻ്റെ വഴികളിലേക്ക് സ്വാഗതം. ഇനിയും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക, എൻ്റെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, തുടർന്നും എൻ്റെ വീഡിയോകൾ ലഭിക്കുന്നതിന് വേണ്ടി ബെല്ലൈക്കൺ അമർത്തുക. ഇതുപോലൊരു ദുരന്തം ഭൂമിയിൽ മറ്റെവിടെയും ഉണ്ടായി കാണില്ല. ഭൂമിയിലെ ഒരു കൊച്ചു പ്രദേശം, ഒലിവുമരങ്ങളും അത്തികളും നിറയുന്ന ഭൂമി. 1948 നെഗബയ്ക്ക് ശേഷം നല്ലൊരു വിഭാഗം ജനതയും സ്വന്തം രാജ്യത്ത് തന്നെ അഭയാർത്ഥികളായി കഴിയേണ്ടി വന്നവരുടെ രാജ്യം. അന്നു മുതൽ ഇസ്രായേലിന്റെ കടന്നുകയറ്റത്തിനും ആക്രമണങ്ങൾക്കും വിധേയരായ ജനവിഭാഗങ്ങൾ. ബ്രിട്ടന്റെ കുതന്ത്രം കൊണ്ട് ഫലസ്തീന്റെ ഭൂരിഭാഗം പ്രദേശങ്ങളും സ്വന്തമാക്കുകയും സ്വതന്ത്ര രാജ്യമായി മാറുകയും ചെയ്ത ഇസ്രായേൽ ഒരേ സമയം വിഭജിക്കപ്പെട്ട ഫലസ്തീന് സ്വതന്ത്ര രാഷ്ട്ര പദവി നൽകാതെ മാറിയിരുന്ന ലോകരാജ്യങ്ങൾ. ആ ലോകം തന്നെയാണ് ഇന്നും ഫലസ്തീൻ ജനതയെ ഇസ്രായേലിനെ കൊണ്ട് ചവിടിത്താഴ്ത്താൻ ശ്രമിക്കുന്നതും അതിനുവേണ്ടി കൂട്ടുനിൽക്കുന്നതും. 1948 ഒരൊറ്റ തവണയാണ് ഇസ്രായേൽ ഫലസ്തീൻ ജനതയെ അട്ടിപ്പുറത്താക്കിയതെങ്കിൽ കാലങ്ങൾക്കിപ്പുറം 2024 ഇസ്രായേൽ തങ്ങളുടെ ഉരുക്കുമുഷ്ടി ഉപയോഗിച്ച് നിരവധി തവണയാണ് ഫലസ്തീനിലെ ജനങ്ങളെ സ്വന്തം രാജ്യത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും അട്ടിയൊടിക്കപ്പെടുന്നത്. എന്നിട്ടും ഇനിയും ഇസ്രായേലിന്റെ ഇവാക്യുവേഷൻ ഓർഡറുകൾ അവസാനിക്കുന്നില്ല. 2 വർഷത്തോളമായി തുടർന്നുകൊണ്ടിരിക്കുന്ന യുക്രൈൻ യുദ്ധത്തിൽ കൊല്ലപ്പെട്ട സിവിലിയന്മാരുടെ എണ്ണം 12,000-ൽ താഴെ മാത്രമാണ്. എന്നാൽ വെറും 10 മാസത്തെ ഏകപക്ഷീയമായ ഇസ്രായേലിന്റെ ആക്രമണത്തിൽ ഫലസ്തീനിൽ കൊല്ലപ്പെട്ടത് 50,000-നടുത്തുള്ള സാധാരണ മനുഷ്യരാണ്. ഫലസ്തീനേക്കാൾ 10 മടങ്ങ് ജനസംഖ്യയും വിസ്തൃതിയുമുള്ള യുക്രൈനിൽ കൊല്ലപ്പെട്ടവരുടെ കണക്കും ഗസയിലെ കണക്കും താരതമ്യം ചെയ്യുമ്പോൾ നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ ഗസയിലെ നിരനായാട്ടിന്റെ രാക്ഷസ രൂപത്തെ. ഈ കൊച്ചു രാജ്യത്ത് തിങ്ങിപ്പാർക്കുന്ന, അതും ടെന്റുകളിലും മറ്റും അഭയാർത്ഥി ക്യാമ്പുകളുമായി കഴിയുന്ന സാധാരണ ജനങ്ങളെയാണ് നിരന്തരം ബോംബും മിസൈലുകളും അയച്ച് നിർദ്ദയം കൊന്നുകളയുന്നത്. ഗസയിൽ കൊന്നുതള്ളിയ കുരുന്നുകളുടെ കണക്ക് ഏകദേശം 20,000-നടുത്തോളം വരും. അതിനടുത്ത് തന്നെ എത്തും സ്ത്രീകളുടെ കണക്കും. ബാക്കിയെ മുതിർന്ന പുരുഷന്മാരും മറ്റുള്ളവരുമുള്ളൂ. ചുരുക്കത്തിൽ ഗസയിലെ യുദ്ധത്തിലൂടെ ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത് നാളെയുടെ ലോകത്തെ ഗസയിൽ നിന്നുള്ള ഒരു പുതിയ തലമുറയുടെ ഭീഷണി ഉണ്ടാവരുത് എന്നാണ്. അതിനുവേണ്ടി മാത്രമാണ് അവർ കുട്ടികളെയും സ്ത്രീകളെയും കൊന്നുതള്ളുന്നത്. കുട്ടികൾ ഭാവിയിൽ തങ്ങൾക്ക് നേരെ നീളുന്ന ചൂണ്ടുവിരലുകൾ, സ്ത്രീകൾ ഈ കുട്ടികളെ ഉരുത്തിരിച്ചെടുക്കുന്ന മെഷീനുകളുമാണെന്ന് ഇസ്രായേൽ കണക്കൂട്ടിയിരിക്കണം. അതുകൊണ്ടായിരിക്കാം ഇസ്രായേലിന്റെ യുദ്ധത്തിൽ സ്ത്രീകളും കുഞ്ഞുങ്ങളും ഇത്രയേറെ കൊല്ലപ്പെടുന്നത്. ഇസ്രായേലിന്റെ ഈ കിരാത കൊലപാതകങ്ങളെ യുദ്ധമെന്ന് വിളിക്കാനാവില്ല. യുദ്ധത്തിൽ രണ്ട് വിഭാഗത്തും സൈനിക സാന്നിധ്യവും ആയുധങ്ങളും തത്തുല്യമായ ആയുധ സന്നാഹങ്ങളും ഉണ്ടായിരിക്കും. ഇവിടെ അതില്ല. ആയുധങ്ങളും സൈനികരും സൈനിക സന്നാഹങ്ങളും ഒരു ഭാഗത്ത് മാത്രമാണുള്ളത്. മറുഭാഗത്ത് മരിച്ചു വീഴുന്ന സിവിലിയൻ ജനത മാത്രമാണ്. അതും അടച്ചുറപ്പുള്ള കുരകളിലില്ലാത്ത ടെന്റുകളിൽ കഴിയുന്ന ദാരിദ്ര്യത്തിന്റെ മരണച്ചുഴിയിലകപ്പെട്ട നിരാശ്രയരായ ജനവിഭാഗം. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് യുദ്ധമല്ലെന്ന്. ഇത് വെറും കടന്നുകയറ്റവും കൂട്ടക്കൊലപാതകങ്ങളും മാത്രം. ഏറ്റവും വലിയൊരു കൂട്ടക്കൊല നടത്തി ലോകരാജ്യങ്ങൾ ഇസ്രായേലിനെ കുറ്റപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ തന്നെയാണ് വീണ്ടും ഖാൻ യൂനിസിൽ നിന്ന് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സേന ഓർഡർ നൽകുകയും ആക്രമണം തുടരുകയും ചെയ്യുന്നത്. ഒന്നിനു പുറകെ ഒന്നായി 3ാമത്തെ തവണയാണ് ഇസ്രായേൽ സേന ഖാൻ യൂനിസിൽ ആക്രമണം അയച്ചുവിടുന്നത്. ഇപ്പോൾ ആളുകൾ ചോദിക്കുന്നു, എന്തിനാണ് ഞങ്ങളെ ഇങ്ങനെ ദുരിതപ്പെടുത്തുന്നത്? ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്ന്. സുരക്ഷിത സ്ഥലം എന്ന് പറഞ്ഞ് ഒഴിഞ്ഞു പോകാൻ ഇനി ഞങ്ങൾക്ക് എവിടെയാണ് സ്ഥലം? അങ്ങനെയൊരു സ്ഥലം ഈ ഗസയിലോ റഫയിലോ ഖാൻ യൂനിസിലോ ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾ ബോംബിടുകയല്ലേ? അവിടെയും മരിച്ചു വീഴുന്നത് ഫലസ്തീൻ ജനതയല്ലേ? അൽതബയിൻ സ്കൂളിലെ കൂട്ടക്കൊലയ്ക്ക് ശേഷം ഇസ്രായേലിന്റെ നരനായാട്ടിനെ കുറിച്ച് ചർച്ച ചെയ്യാൻ ഐക്യരാഷ്ട്രസഭ ചൊവ്വാഴ്ച ഒരു അടിയന്തര യോഗം വിളിച്ചിട്ടുണ്ട്. നിരർത്ഥകമായ കുറെ വായ്ത്താരികൾ കേൾക്കാമെന്നല്ലാതെ ആ സടകൊഴിഞ്ഞ സിംഹത്തിന് ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെതിരെ ഒന്നും ചെയ്യാനാവില്ല. അൺഡ്രോ കമ്മീഷണർ ജനറൽ എക്സിൽ കുറിച്ചത് ഇപ്രകാരമാണ്: കഴിഞ്ഞ ചില ദിവസങ്ങളിൽ തെക്കു പടിഞ്ഞാറ് ഗസയിൽ നിന്നും ഭവനരഹിതരായി പലായനം ചെയ്യേണ്ടി വന്നത് ഏകദേശം 75,000-ലധികം വരുന്ന പലസ്തീനികളാണ്. ചിലരുടെ കൈകളിൽ അവരുടെ കൈമുതലായിട്ടുള്ളത് അവരുടെ മക്കൾ മാത്രമാണ്. മറ്റു ചിലർ അവരുടെ ജീവിതത്തിന്റെ ആകത്തുക മിച്ചം വെച്ച് കിട്ടിയത് ഒരു കൊച്ചു വഴികളിലായി കൊണ്ടു നടക്കുന്നു. അവർ പോകുന്നത് നേരത്തെ ആളുകൾ തിങ്ങി നിറഞ്ഞ പ്രദേശങ്ങളിലേക്കും കൂടാരങ്ങളിലേക്കുമാണ്. അവരെല്ലാം നഷ്ടപ്പെട്ടവരാണ്. അവരെല്ലാം വീണ്ടും ആവശ്യമുള്ളവരാണ്. മറ്റു യുദ്ധങ്ങളിലെ പോലെയല്ല ഗസയിലെ ജനങ്ങൾ. അവർ തികച്ചും കെണിയിലകപ്പെട്ടിരിക്കുകയാണ്. അവർക്ക് പോകാൻ ഇനിയൊരു ഇടവുമില്ല. അമേരിക്കൻ പ്രസിഡന്റ് ജോ ബൈഡൻ ഒരു ചോദ്യോത്തരവേളയിൽ പറഞ്ഞത് എന്റെ ഭരണകാലം കഴിയുന്നതിന് മുമ്പ് ഗസയിൽ ഒരു വെടിനിർത്തൽ സാധ്യമാകുമെന്നാണ്.
മറ്റേതൊരു രാജ്യമാവട്ടെ ഇത്രയും കാലതാമസം വേണ്ടിവരില്ലായിരുന്നു അമേരിക്കയ്ക്ക് കയറി ഇടപെടാൻ. അമേരിക്കയുടെ താല്പര്യങ്ങളെ ഇസ്രായേൽ മാനിക്കാതിരുന്നിട്ടും അമേരിക്ക ഇസ്രായേലിനെതിരെ തിരിയുന്നില്ല എന്ന് മാത്രമല്ല, വീണ്ടും വീണ്ടും ഇസ്രായേലിനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെയാണ് ഇസ്രായേലും അമേരിക്കയും ഒന്നാണെന്ന് ലോകം മനസ്സിലാക്കേണ്ടിയിരിക്കുന്നത്. അതേസമയം ലെബനനിലെ ഹിസ്ബുള്ള ഗ്രൂപ്പ് ഇസ്രായേലിലെ വിവിധ നഗരങ്ങളിലും പട്ടണങ്ങളിലും ശക്തമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 2 ദിവസത്തെ ഇടവേളയ്ക്ക് ശേഷം ശക്തമായ ഒരു ആക്രമണത്തിലൂടെ ഹിസ്ബുള്ള വീണ്ടും തങ്ങളുടെ സാന്നിധ്യം അറിയിക്കുകയാണ്. ഹിസ്ബുള്ള ആക്രമണത്തിന് ഉപയോഗിച്ചത് വിദൂര നിയന്ത്രണ സംവിധാനമുള്ള ഡ്രോണുകളും റോക്കറ്റുകളുമാണ്. ഇസ്രായേൽ സേന ചില റോക്കറ്റുകൾ എയർ ഡിഫൻസ് സംവിധാനങ്ങൾ ഉപയോഗിച്ച് തകർത്തു കളഞ്ഞു എന്ന് പറയുമ്പോഴും ഇസ്രായേലിലെ നിരവധി പ്രദേശങ്ങൾ ഹിസ്ബുള്ളയുടെ ഡ്രോണുകളും റോക്കറ്റുകളും കത്തിച്ചു ചാമ്പലാക്കി എന്നാണ് അറിയുന്നത്. 30-ലധികം ഡ്രോണുകളും റോക്കറ്റുകളും ഉപയോഗിച്ചാണ് ഹിസ്ബുള്ള ഇത്തവണ ആക്രമണം നടത്തിയത്. ഹിസ്ബുള്ള ഒരു കൂറ്റൻ ആക്രമണം തന്നെയാണ് ഇസ്രായേലിന് നേരെ ഇസ്രായേലിന്റെ വിവിധ പ്രദേശങ്ങളിൽ ഇപ്പോൾ നടത്തിയത്. നിരവധി കാഷ്വാലിറ്റികൾ ഉണ്ടെന്ന് പറയുമ്പോഴും അതിന്റെ കൃത്യമായ കണക്കുകൾ ഇസ്രായേൽ പുറത്തുവിട്ടിട്ടില്ല. ഇസ്രായേലിന്റെ അകത്തുണ്ടാകുന്ന കാഷ്വാലിറ്റികൾ ഇസ്രായേൽ കൃത്യമായി ഇതിനു മുമ്പും പറഞ്ഞിട്ടില്ല. ഈ ആക്രമണം ഹിസ്ബുള്ള കമാൻഡർ ഫാദ് ഷുക്കൂർ കൊല്ലപ്പെട്ടതിന് പകരമല്ലെന്നും അത് വരാനിരിക്കുന്നതേ ഉള്ളൂ എന്നുമാണ് ഹിസ്ബുള്ള പറയുന്നത്. ഈ ആക്രമണം ലബനൻ നഗരങ്ങളിൽ ഇസ്രായേൽ നടത്തുന്ന ആക്രമണത്തിനുള്ള തിരിച്ചടി മാത്രമാണെന്നാണ്. ഇസ്രായേലിന്റെ ശക്തമായ നിരീക്ഷണം ഉണ്ടായിട്ടും ഹിസ്ബുള്ളയുടെ ഡ്രോണുകളും റോക്കറ്റുകളും ഇസ്രായേലിന് കനത്ത നാശം വിധിച്ചിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതേസമയം അമേരിക്ക വളരെ തിടുക്കത്തിൽ തന്നെ മിഡിൽ ഈസ്റ്റിൽ അമേരിക്കയുടെ സൈനിക ശക്തി വർദ്ധിപ്പിക്കുന്ന തിരക്കിലാണ്. അമേരിക്കൻ ഡിഫൻസ് സെക്രട്ടറി ലോയ്ഡ് ഓസ്റ്റിൻ വാഹിനി കപ്പൽ എത്രയും പെട്ടെന്ന് മിഡിൽ ഈസ്റ്റിൽ എത്തണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. മാത്രമല്ല ഗൈഡഡ് മിസൈലുകൾ വിക്ഷേപിക്കാൻ കഴിയുന്ന അന്തർവാഹിനികളും മേഖലയിൽ വിന്യസിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. USS ജോർജിയ എന്ന ഗൈഡഡ് മിസൈൽ അന്തർവാഹിനിയോടും അതിവേഗം സെൻട്രൽ കമാൻഡ് ഏരിയയിൽ എത്താൻ ആവശ്യപ്പെട്ടിരിക്കുകയാണ്. അമേരിക്ക ഇറാന്റെ ശക്തമായ ആക്രമണം മേഖലയിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും വലിയ സന്നാഹം തന്നെ അമേരിക്ക മേഖലയിൽ എത്തിക്കുന്നത്. അമേരിക്കയുടെ ഈ ഗ്രൂപ്പിന് ബാലിസ്റ്റിക് മിസൈലുകളെ പ്രതിരോധിക്കാനുള്ള സംവിധാനം വരെയുണ്ട്. ശത്രുവിന്റെ ഡ്രോണുകളും മിസൈലുകളും പ്രൊജക്ടൈലുകളും എല്ലാം തന്നെ വളരെ കൃത്യതയോടെ തകർക്കാൻ കഴിയുന്ന സംവിധാനത്തോടെയാണ് അമേരിക്കൻ സൈന്യത്തിന്റെ മുന്നോട്ടുള്ള യാത്ര. ഇതേ സംവിധാനങ്ങൾ ഉപയോഗിച്ചാണ് ഇറാന്റെ ഡ്രോണുകളും മറ്റും ഇസ്രായേലും അമേരിക്കൻ സഖ്യവും മുമ്പത്തെ ആക്രമണത്തിൽ തകർത്തു കളഞ്ഞത്. അതുകൊണ്ട് തന്നെ വരാനിരിക്കുന്ന ഒരു ശക്തമായ ഇറാൻ-ഇസ്രായേൽ ഹിസ്ബുള്ള യുദ്ധത്തിന്റെ സൂചനയായിട്ടാണ് അമേരിക്കയുടെ ഈ മുന്നൊരുക്കമെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്.